ഹായ് ഫ്രണ്ട്സ്, ഇതൊരു കളർഫുൾ ഇഫ്താർ വിഭവമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഐറ്റം ഒരു ചിക്കനെ കൊണ്ടുള്ള ഐറ്റമാണ്. പക്ഷേ ചിക്കൻ ഒരുപാടൊന്നും വേണ്ട. ഇഫ്താർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ചിക്കൻ ഫ്ലവർ പോട്ടാണ്. ഒപ്പം അതിൻ്റെ കൂടെ ഒരു ഡ്രിങ്ക് ആയിട്ട് ബീട്രൂട്ട് ഷേക്കും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതും എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതും നമുക്കൊന്ന് നോക്കി വരാം. അതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലിഷ്യസ് ഡെസ്റ്റിനീസ്. നമുക്ക് ചിക്കൻ ഫ്ലവർ പോട്ട് ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം. ആദ്യം തന്നെ അതിലേക്ക് ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 മൈദ എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. ഇനി ഇതിനകത്തേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ട പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. അത് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സവാള, തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അത് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് മയണൈസാണ്. ഒരു 2 സ്പൂൺ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. ചിക്കൻ ഞാൻ ഇവിടെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ വേവിച്ച ചിക്കനിന് എല്ലാം ഒഴിവാക്കിയതിൻ്റെ ഇറച്ചി മാത്രമായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഫ്ലവർ പോട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആ മാവ് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അതൊന്ന് പരത്തിയെടുക്കണം. അല്ലാതെ പരത്തേണ്ട, ചെറുങ്ങനെ പരത്തിയാൽ മതി. എന്നിട്ട് ഇതേപോലത്തെ ചെറിയ ടവർ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാത്രം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഒരെണ്ണം വലുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പാത്രം ഉപയോഗിച്ചത്. സാധാരണ സ്റ്റീൽ ഗ്ലാസ് ആണ് ഉപയോഗിക്കാറ് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം ഞാനിത് വലിയതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നന്നായി അതിനകത്ത് തേച്ച് വെച്ചതിന് ശേഷം എണ്ണ ചൂടായതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് ആ പാത്രം അതിൽ നിന്ന് പതുക്കെ മാറ്റിയിട്ടുണ്ട്. പാത്രം അതിനകത്ത് ഇങ്ങനെ പതുക്കെ അടർന്ന് കിട്ടും. നമ്മുടെ ഫ്ലവർ പോട്ട് മാത്രമായിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞങ്ങളിവിടെ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയതാണിത്. ചെറിയതായിട്ടാണ് കിട്ടുന്നത്. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ പോട്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്കിതിനകത്തേക്ക് ഫില്ലിങ് നിറയ്ക്കാം. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പത്തിൽ കഴിയും. വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാത്തിനകത്തേക്ക് ഞങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീട്രൂട്ട് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ്. അത് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയാൽ ഉടയുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത ബീട്രൂട്ട് ഞങ്ങളിവിടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക്. അപ്പം അതിനകത്തേക്ക് നമ്മൾ കട്ടിപ്പാൽ, 1/2 പാക്കറ്റ് കട്ടിപ്പാലാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് അടിച്ചതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം, ഏതെങ്കിലും ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ
ബീട്രൂട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഷേക്കാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ഇഫ്താർ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്ലവർ പോട്ടും ബീട്രൂട്ട് ഷേക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നോമ്പ് തുറക്കി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ബീട്രൂട്ട് ഷേക്കും ചിക്കൻ ഫ്ലവർ പോട്ടും. മോള് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കാം. ഷവർമയൊക്കെ കുറേ കാലമായിട്ട് മിസ്സായി നിൽക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇഫ്താർ വിഭവം? നല്ല കളർഫുൾ ആയിട്ടുള്ള ബീട്രൂട്ട് ഷേക്കും കൂടെ നമ്മുടെ ചിക്കൻ ഫ്ലവർ പോട്ടും ആണുള്ളത്. രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതുപോലെ മറ്റ് ഇഫ്താർ വിഭവങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഞങ്ങളോട് പറയാം. അതുപോലെ ഞങ്ങൾ മറ്റു വിഭവങ്ങളായിട്ട് തീർച്ചയായും വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ രശ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.